മറ്റൊരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ആളുകൾ ഇല്ലാത്തതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. എനിക്കതില്ലല്ലോ. ഈ പ്രാർത്ഥനയ്ക്കെല്ലാം പോകുമ്പോൾ നാം കാണാറുണ്ട്, എനിക്കതില്ലല്ലോ, എൻ്റെ രോഗം മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ കടം മാറ്റണം, എൻ്റെ വേദന മാറ്റണം. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളാണ് മനുഷ്യൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ എപ്പോഴെങ്കിലും എനിക്കിതുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആളുകൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം ഹീൽ ചെയ്യുന്ന, ഏറ്റവും അധികം മാറ്റം കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നിങ്ങൾ 100% ഉറപ്പോടെ ഞാൻ പറയുന്നു, നാളെ മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ബുക്കിൽ, പേപ്പറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായ നന്മകൾ എന്താണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയുക, എനിക്ക് നല്ല വായു ശ്വസിക്കാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ നോക്കിയാൽ ധാരാളം നന്മകൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ കൂടിയാണ്. എനിക്കുള്ളതിനെക്കുറിച്ച് നന്ദി പറയുമ്പോൾ യൂണിവേഴ്സും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. യൂണിവേഴ്സിൻ്റെ പാർട്ടായി ഞാൻ മാറുകയാണ്. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജാപ്പാനീസ് ഇതിനെ അരിഗാത്തോ എന്ന് പറയും. എന്ത് ചെയ്താലും നന്ദി പറയാൻ സാധിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വേണ്ടി ധാരാളം സഹായം ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ മാതാവായിരിക്കാം, പിതാവായിരിക്കാം, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഗേറ്റ് തുറന്ന സെക്യൂരിറ്റി ആയിരിക്കാം. ഒന്ന് നന്ദി പറയാൻ, താങ്ക് യു പറയാൻ, അരിഗാത്തോ പറയാൻ സാധിക്കുന്നെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വലിയ മാറ്റമാണ്. ഈ പല NGOകളുമെല്ലാം ഉണ്ട്. അവർ ചെയ്യുന്ന പ്രാക്ടീസാണ് ആക്ട് ഓഫ് റാൻഡം കൈൻഡ്നസ്. അവർ ചില ടാസ്കുകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് റോഡിലൂടെ നടക്കും. അത് കഴിഞ്ഞിട്ട് വഴിയിൽ കാണുന്ന റാൻഡം ആളുകൾക്ക് വേണ്ടി ആ സഹായം ചെയ്യും. ചിലപ്പോൾ ഒരു വസ്ത്രം കൊടുക്കുന്നതായിരിക്കാം, ഒരു പൂ കൊടുക്കുന്നതായിരിക്കാം, ഒരു ഹലോ പറയുന്നതായിരിക്കാം, പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കാം. തീർച്ചയായും അനേകരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നാണ് ഈ അരിഗാത്തോ എന്ന് പറയുന്ന താങ്ക് യു ടെക്നിക്ക്. മൈൻഡ്ഫുൾനെസ്. ഇനി എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ടോ? ഇനി എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ചില ആളുകളൊക്കെ സ്ഥലകാല ബോധമില്ലാതെ ദേഷ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ചില ലക്ഷ്യങ്ങളെല്ലാം വയ്ക്കും, പക്ഷേ അത് മറന്നു പോകുന്ന ആളുകളുണ്ട്. കാരണം മൈൻഡ്ഫുൾനെസ് ഇല്ല എന്നുള്ളതാണ്. ദേഷ്യം വരുന്നു, ടെൻഷൻ വരുന്നു, സ്ട്രെസ്സ് വരുന്നു. ഇതൊന്നും ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അവിടെയാണ് മൈൻഡ്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, ഇത് കൃത്യമായി ഓരോ നിമിഷവും മനസ്സിലാക്കാൻ കഴിയുകയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ദ ഡിവൈൻ വൺനെസ് എന്ന് പറയുന്ന ആശയമുണ്ട്. ഈ പ്രകൃതിയുമായി, യൂണിവേഴ്സുമായി ഒന്നു ചേരുന്ന ഒരു അവസ്ഥ. ഇതിനെ നിർവ്വാണ എന്നോ അതല്ലെങ്കിൽ എൻലൈറ്റൻമെൻ്റ് എന്നെല്ലാം പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി നാം മാറുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ദേഷ്യപ്പെടാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ടെൻഷൻ അടിക്കുകയാണോ അതെയോ ഞാൻ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്? ഇത്തരം മൈൻഡ്ഫുൾനെസ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ സമയത്ത് നാം നമ്മെ തന്നെ ഒബ്സർവ് ചെയ്യുകയാണ്. നമ്മുടെ ശ്വാസത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുകയാണ്. ഈ സ്വയമായി നാം ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുന്ന പ്രാക്ടീസിലൂടെ ഈ മൈൻഡ്ഫുൾനെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന, ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വേണ്ട ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ്സിലൂടെ പരാജയങ്ങളെ മറികടക്കുവാൻ സാധിക്കും, ദുഃഖങ്ങളെ മറികടക്കുവാൻ സാധിക്കും, സ്ട്രെസ്സിനെ മറികടക്കുവാൻ സാധിക്കും, ടെൻഷനെ മറികടക്കുവാൻ സാധിക്കും, ആങ്സൈറ്റി മറികടക്കുവാൻ സാധിക്കും. മാത്രമല്ല ഫോക്കസിലൂടെ ജീവിതത്തെ കാണുവാനും യാത്ര ചെയ്യുവാനും സാധിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാൻ സാധിക്കും, ആങ്സൈറ്റി കുറയ്ക്കുവാൻ സാധിക്കും, ടെൻഷൻ കുറയ്ക്കുവാൻ സാധിക്കും, ജീവിതത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും, ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ സാധിക്കും, ഒപ്പം തന്നെ നിങ്ങളുടെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് പോകുവാൻ സാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം എന്ന് പറയുന്നൊരു ആശയമുണ്ട്. അതിനെ ടൈനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെയിംസ് ക്ലിയർ എഴുതിയ പുസ്തകമാണ് ആറ്റോമിക് ഹാബിറ്റ്, അല്ലെങ്കിൽ ചാൾസ് ഡുഹിഗ് എഴുതിയ പുസ്തകമാണ് ദ പവർ ഓഫ് ഹാബിറ്റ്. ഹാബിറ്റാണ് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നത്. ഏതെല്ലാം ഹാബിറ്റാണ് ഫോളോ ചെയ്യേണ്ടത്? വളരെ മനോഹരമായ പുസ്തകം വായിക്കാം, ദ ഹാബിറ്റ് ബിൽഡർ. 10 ഹാബിറ്റുകളിലൂടെ ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. പലപ്പോഴും ഹാബിറ്റുകൾ തുടങ്ങാനായിട്ട് നാം താമസം വയ്ക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇത് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഏത് നല്ല ഹാബിറ്റ് തുടങ്ങുവാൻ സാധിക്കും. ഇപ്പോൾ റിച്ചാകാൻ ആഗ്രഹിക്കുന്ന ആൾ
ഏറ്റവും ചെറുതായി സേവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ ഏറ്റവും വയസ്സായി സ്മോളായി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചെറുതാണെങ്കിലും അത് ആരംഭിക്കുക എന്നുള്ളതാണ് ഈ ഹാബിറ്റിൻ്റെ പ്രത്യേകത. അതാണ് ടൈനി ഹാബിറ്റ്സ്, മിനി ഹാബിറ്റ്സ്, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഹാബിറ്റുകളോട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഹാബിറ്റിൽ 3 എലമെൻ്റാണുള്ളത്. ഒന്ന് ക്യൂ, 2 റൂട്ടീൻ, 3 റിവാർഡ്. ഈ പുസ്തകത്തിൽ പറയുന്നതും അതുതന്നെയാണ്. എങ്ങനെ ജീവിതത്തിൽ തെറ്റായ ഹാബിറ്റുകളെ മാറ്റാം, എങ്ങനെ പുതിയ ഹാബിറ്റ് കൊണ്ടുവരാം. ഇപ്പോൾ ഹാബിറ്റിക്സ് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഈ സ്റ്റാർട്ടപ്പിൽ ആളുകളെ സഹായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്ങനെ ഹാബിറ്റുകളിലൂടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം. ഒരു ലക്ഷ്യം ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ ഏത് ഹാബിറ്റാണ് പിന്തുടരേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ക്യൂ, റൂട്ടീൻ, റിവാർഡ്, ഈ 3 കാര്യങ്ങളിലും നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ക്യൂ എന്ന് പറയുന്നത് ഏത് കാര്യവും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് തെറ്റായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചീത്ത ഹാബിറ്റ് നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വല്ലാതെ കോഫി കുടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം കോഫി കുടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ട്രിഗറുണ്ട്, അല്ലെങ്കിൽ ക്യൂ ഉണ്ട്. ചിലപ്പോൾ ബോറടിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം, സ്ട്രെസ് അടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചിട്ടായിരിക്കാം. ഇങ്ങനെ വളരെ ഫ്രീക്വൻ്റായി കോഫി കുടിക്കുന്ന ആൾക്ക് കോഫി കുടിക്കുന്ന തൊട്ട് മുമ്പ് ഒരു ക്യൂ അല്ലെങ്കിൽ ട്രിഗറുണ്ട്. ആ ട്രിഗർ വരുമ്പോഴാണ് അദ്ദേഹം ഈ കോഫി കുടിക്കാൻ പോകുന്നത്. ഇത് കോഫി കുടിക്കുന്നതോ, അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ, മാസ്റ്റർബേറ്റ് ചെയ്യുന്നതോ, അഡിക്ഷൻ ചെയ്യുന്നതോ, പോൺ അഡിക്ഷനുള്ളതോ എല്ലാം ആകാം. ഇതിന് ശേഷം റിവാർഡുണ്ട്. ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റിലീഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ കുറയുന്നതായിരിക്കാം. ഇതാണ് ക്യൂ, റൂട്ടീൻ, റിവാർഡ്. ഇപ്പോൾ ഈ ഹാബിറ്റ് പുതിയതൊരെണ്ണം കൊണ്ടുവരണമെങ്കിലും തെറ്റായ ഹാബിറ്റ് മാറ്റണമെങ്കിലും നാം പ്രവർത്തിക്കേണ്ടത് ഈ നടുവിലുള്ള റൂട്ടീനിലാണ്. ഇപ്പോൾ ടെൻഷൻ വരുന്നെങ്കിൽ നാം സ്വാഭാവികം ചെയ്യുന്ന കാര്യം എന്താണ്? പുകവലിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ പുകവലിയെ മാറ്റി എന്താണ് കൊണ്ടുവരാൻ സാധിക്കുക? അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും, അപ്പോൾ അവർ മൊബൈൽ നോക്കുന്നു. അപ്പോൾ ഈ മൊബൈൽ നോക്കുന്നതിന് വരെ നമുക്ക് എന്ത് പോസിറ്റീവ് കാര്യം കൊണ്ടുവരാം. ഇതിനെ ഹാബിറ്റ് സ്റ്റാച്ചിങ് എന്നോ അല്ലെങ്കിൽ ഹാബിറ്റ് സാൻഡ്വിച്ച് എന്നെല്ലാം പറയാറുണ്ട്. അങ്ങനെയാണ് പുതിയ ഹാബിറ്റുകൾ കൊണ്ടുവരുന്നതും തെറ്റായ ഹാബിറ്റുകൾ മാറ്റുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഏറ്റവും മികച്ച 10 ഹാബിറ്റ് ഏതാണ്? ആ 10 ഹാബിറ്റുകൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ 10 ഹാബിറ്റുകളെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തും നേടുവാൻ സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രപഞ്ച നിയമങ്ങളുണ്ട്. ഈ പ്രപഞ്ച നിയമങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ. ഒരു നിയമം മനസ്സിലാക്കിയാൽ അത്ഭുതം കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. എല്ലാ നിയമവും മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരു അൽഗോരിതത്തിൽ ഒന്ന് തെറ്റിയാൽ അത് പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ 12 നിയമങ്ങളും മനസ്സിലാക്കാനായിട്ട് നമ്മെ ഇടയാക്കുന്നത്. ഈ പ്രപഞ്ചമെന്ന വലയുടെ ഒരു കണ്ണിയാണ് നാം. ഈ കണ്ണിയുടെ ഒരു ഭാഗമായ നാം ശക്തമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കുവാനായിട്ട് നന്നായി വൈബ്രേറ്റ് ചെയ്താൽ സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ വൈബ്രേഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക.